ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് സപ്പോർട്ടും ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് ഇതാക്കണം കേട്ടോ ഗൈസ്. സപ്പോർട്ടും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ വെക്കണം. അപ്പോൾ നമ്മളിന്നിവിടെ അപ്പോൾ ഗൈസ് അതിന് മുമ്പേ വീഡിയോ കാര്യങ്ങൾ പറയണതിന് മുമ്പേ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ഗെയിമിങ് ചാനലായിട്ടാണ് നമ്മളിത് ചെയ്യണേ. ഓരോ ഗെയിംസിൻ്റെ റിവ്യൂസൊക്കെ ചെയ്താണ് നമ്മൾ ഇതാക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിമാണ് പെസ് ഓർ ഈ ഫുട്ബോൾ. ആ ചക്കൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു. കാരണം വെച്ചാൽ ഇത് എൻ്റെ ഉള്ള ഒരു ഗെയിമാണ്. ഞാൻ പണ്ട് കുറച്ച് ആളുകൾ കളിക്കാൻ ഒരു ഗെയിമാണ് ഈ ഫുട്ബോൾ. ഈ ഫുട്ബോൾ ഓർ പെസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പാക്ക് ഓപ്പണിങ് സംഭവങ്ങളാണ് നമ്മൾ ചെയ്യാൻ പറ്റുക. കാരണം വെച്ചാൽ ഈ അടുത്ത് കുറച്ച് ദിവസമായി, ഇന്നലെയാണോ എന്നൊക്കെ എന്നോടാ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അതെ ഈ പാക്ക് വന്നിട്ടുണ്ട്. റൗട്ട് വാൻ സെലോജി, ഫെറൻ പുസ്കസും കാർലോസ് ടാവേഴ്സും നാഷണൽ ടൈഗേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ ഓർണമെൻ്റ്, തുർക്കി ഓർണമെൻ്റ് ഉണ്ട്. ഇത് പഴയതാണ്. ഇത് തുർക്കി ഓർണമെൻ്റ് ഉണ്ട്. ഇൽഡിസും ആർദാഗുളറും പിന്നെ ഇവൻ്റെ പേര് ഡെമിറൽ പോകുന്നുണ്ട്. നമുക്ക് ഇവരെ ഒന്ന് കറക്കാൻ 50 കോയിൻസ് കൊടുത്ത് കറക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതോർത്ത് ആവശ്യപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇത് ഇവരുടെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ അത്ര കോയിൻസ് കണ്ട 27 കോയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 27 കോയിൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറക്കാനായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ വലിയ യൂട്യൂബിൽ വെച്ചപ്പോൾ അതിന് കോയിൻസ് ഇല്ല ഗൈസ്. പുവർ ഗെയിമാണ്. അപ്പോൾ നേരെ 50 കോയിൻസ് കളിക്കാൻ കയറാം. അല്ലെങ്കിൽ വൈകും, ശരിയാവില്ല അല്ലെങ്കിൽ. അപ്പോൾ ഒരെണ്ണമുണ്ട്, സ്പാനിഷ് ക്ലബ്ബ് ഉണ്ട്. ഞാൻ കളിച്ചിട്ടില്ലാത്തതെന്ന് തോന്നുന്നുണ്ട്. സ്പാനിഷ് ക്ലബ്ബ് കളിച്ചാലോ ഗൈസ്? സ്പാനിഷ് ക്ലബ്ബ് ഞാൻ കരുതി സ്പാനിഷ് ക്ലബ്ബ് കളിച്ചിട്ടില്ലെന്ന് കരുതി. അടിപൊളി. ഇപ്പം എന്ത് ചെയ്യും? സ്പാനിഷ് ക്ലബ്ബ് കളിച്ചിട്ടില്ലെന്ന് കരുതിക്കോണ ഞാൻ ഇത്ര നേരം വന്ന് കോണ അടിച്ചേ. വെറുതെ പോയി നമ്പിക്കാനായിട്ട്. ശരി, ഓടാൻ വേണ്ടിയിട്ടാ ശരിടാ. വെറുതെ കിടന്ന് കോണ അടിക്കണ്ടായിരുന്നു. ഞാൻ 50 കോയിൻസ് ഉണ്ടല്ലോ. 50 കോയിൻസ് കിട്ടും. സമയം എടുക്കുമെന്ന് തോന്നണം. വെറുതാണ് കോണ അടിക്കണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യും? ഇത് കളിച്ചാൽ കുഴപ്പമില്ല. തലക്കാലത്തേക്ക് ഇത് കളിക്കാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ക്ഷമിക്കണം ഗൈസ്. ഞാൻ ഈ കളിച്ചതും കരുതിക്കൊണ്ടാണ് ഇത്ര നേരം കണ്ട് ഇതെല്ലാം പറഞ്ഞത്. എന്ത് ചെയ്യാനാ? വെരി വെരി സോറി ഗൈസ്. നമ്മളത് കളി തുടങ്ങാനുള്ളത് നിർത്തിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഗൈസ്, സപ്പോർട്ട് ചെയ്യണം. ഒന്ന് പാവം മനസ്സിലാണ് ഗൈസ്. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളത് നേരെ ചെക്കിങ് ചാറ്റ്സ് വന്നിട്ടുണ്ട്. എപ്പിസോഡും വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിലേക്ക് കയറാം. അപ്പോൾ ഇയാൾ വന്നിട്ടുണ്ട്. അതാണോ? തോൽവി എഫ് സി. സെക്കൻഡ് ആ ഒരു മൈൻഡ് കണ്ട തോൽവി എഫ് സിന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്? ഇപ്പം ഇങ്ങനത്തെ കൊച്ചു ചെറുക്കന്മാരെ കേരളത്തിൽ നശിപ്പിച്ചല്ലേ ചെയ്യാനാ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ടീം ശരിയാക്കുന്നതിന് മുമ്പ് അങ്ങനെ ടീം നോക്കണം. അതാണ് എൻ്റെ ടോബി. ബ്ലിറ്റ്സ് കളർ സീക്കോയും ലൊത്താർ മാത്യൂസൊക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ചെറിയ പൊലിയാണെന്ന് തോന്നുന്നുണ്ടോ? മെസ്സി ക്രിസ്ത്യാനൊക്കെ ഉണ്ടല്ലോ. അത് എൻ്റെ ഉള്ള മെക്കാലിസ്റ്ററൊക്കെ ഉണ്ടല്ലോ. ഇവനാളെ പുലിയാ ഗൈസ്. പറഞ്ഞ പോലെ എൻ്റെ ടീം നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. വിശദീകരിച്ച് നോക്കണ്ട. ഇച്ചിരി വൈകിപ്പിക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ടോ പോകാം. നമ്മുടെ ടീമിൻ്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതെ, അവൻ പ്രൊസീഡ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കളിക്കാം. എവിടെയാണ് സംഭവം? കളിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് 27 കോയിൻസുള്ളിൽ ചെയ്യാനാ ഗൈസ്. ഞാൻ നേരത്തെ കരുതിയത് പാക്ക് ഓപ്പണിങ് വീഡിയോ ഇടാം. ഞാനത് കളിച്ചിട്ടില്ല. സ്പാനിഷ് ക്ലബ്ബ് കളിച്ചിട്ടില്ല. ഇത് ചെയ്യാനാ ഗൈസ്. ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് ഈ സ്പാനിഷ് ക്ലബ്ബ് കളിക്കുക, എടുക്കുക, കറക്കുക എന്നൊക്കെ കരുതിക്കൊണ്ട് ഞാനത് ഫുള്ളും ചെയ്തു. പക്ഷെ എല്ലാം മൂജിപ്പോകുന്നു. ഞാൻ അറിഞ്ഞ
ഷോ ബാ കളിക്കാം. വന്നിട്ടുണ്ട് കസ്റ്റം സ്റ്റേഡിയം സ്റ്റേഡിയം തോന്നുന്നു. എൻ്റെ സ്റ്റേഡിയം വേറെ, എൻ്റെ സ്റ്റേഡിയം വേറെ. ഐ തിങ്ക് നമ്മുടെ സ്റ്റേഡിയം വേറെ തോന്നുന്നു. ഓക്കെ 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 അത്യാവശ്യമൊക്കെ തുടങ്ങിയിട്ട് അവന്മാരുടെ തോന്നുന്നു മതി. എൽ ഹാജിഫ്, ഡേവിഡ് ബെക്കാം, മെസ്സി, എബ്രൈജേസെ, ഗബ്രിയേൽ എസ് അയ്യോ വാൻഡേക്ക്, റൈക്കാർഡ്, നെയ്മർ ഒന്നാള് ചെയ്യാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോന്നണേ അറിഞ്ഞൂടാ. നോക്കട്ടെ എന്ത് മാരകമാണിത്. ആഹാ ബോൾഡി 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 ബാറ്റ് അടി പോടാ. ഇവിടേക്ക് ഏതാണ് അടി? ഇവിടേക്ക് ഏതാണ് മോനിയൊക്കെ അടിക്കറിയാത്ത? സത്യം പറയാല കൈസ്, എനിക്കൊരു നാണക്കേട് തോന്നുന്നു എൻ്റെ ഇതിൽ. കൊഡ് 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 പോരട്ടെ പോരട്ടെ. മെസ്സി കൊഡ് ക്രോസ് നോക്ക്. അതുപോലെ തന്നെ അടി എന്തോ. മെസ്സി പിന്നെ മെസ്സി ഷോങ് ഷോട്ട് ബെല്ലിങ്ങാം. ഇല്ലൊത്താളം മദ്രസിൽ പിടിച്ച് വല്ല മാറി പിന്നോട്ട് വന്നിവൻ. ഓക്കെ റൈക്കാർഡ് ഓക്കെ മെസ്സി സ്കില്ലിട്. ഈ കോസറോടെ പാടിയുടെ ക്ഷണിച്ചേ ഇവിടുത്തെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സീക്കോ അടി. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ദ റിവെഞ്ച് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ കൊടുത്തോ 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 കൊടുത്തോ. ഓടിക്കോ 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 ഓടിക്കോ. എസക്കച്ചോ എസക്കച്ചോ അടി. എടാ നിൻ്റെ അടുത്ത് ആടം ഒലിവർക്കാൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞേ. എസക്കച്ചപ്പോൾ അതിന് ഒലിവർക്കാൻ കൊടുത്തേക്കുന്നത്. ഇത് ചെക്കനാണ് നോക്ക് ഗൈസ്. അപ്പോൾ മെസ്സി 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 ഇത് ചെയ്യാനാ ഗൈസ്. കൊച്ചു ചെക്കനല്ലേ. മെസ്സിക്ക് എത്ര 38 ഇത്രയും കാണ്ട് വയസ്സും കണ്ടിട്ട്. ഇത് മറ്റേ പണ്ടത്തെ മെസ്സിയുടെ കാലമാണ്. പോരട്ടെ. അടി അത്ര ഉള്ളൂ. അടി എടാ ഇവന് അടി. ഒന്നും ചെയ്യാൻ ചെള്ളു ചെക്കനായി പോയി. പിന്നെ ഇച്ചിരി നെറ്റും ശോകമുണ്ടേ, അതിൻ്റെയും കൂടിയാണ് ഇത് കാണിക്കണേ. അല്ലെങ്കിൽ മര്യാദക്ക് പിടിച്ചിരുതായിരുന്നു. പിന്നെ യു ടു ട്രാപ്പ് ദ ബോൾ ബെറ്റർ. അവൻ എന്തൊക്കെ കൈസ് പറയണേ. മര്യാദക്ക് അടിച്ചതും പോലെ എന്നിട്ട് എന്നോട് ബോൾ മര്യാദക്ക് ട്രാപ്പ് ചെയ്യണം. നോക്ക് കൈസ്. ഇപ്പം മക്കളെ പിടിച്ച് തിന്നാൻ പോകുന്നുണ്ട്. ഇങ്ങനത്തെ ദേഷ്യം വരണ്ടേ. എന്താണ് ലാക്ക് അടിക്കണേ. ഓഫാണ് ഓഫാണ് പഠിക്കണ്ട. അങ്ങനെയെങ്കിലും നല്ല കാര്യം പ്രശ്നം ചെയ്തല്ല. നല്ല കാര്യം. പൊന്ന് പൈസ എത്ര എണ്ണം കയറേണ്ടതാ. കുന്നം പിടിക്കാനുണ്ട്. നെറ്റ് ശോകമാണ്. പ്രാന്ത്. എടാ 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 ക്ലിയറി ക്ലിയറി ക്ലിയറി. എടാ മോനെ എടാ എടാ സാരിക്കൊള്ളോട് രക്ഷപ്പെട്ടെന്ന് പറയാം കേട്ടോ. അമ്മയുടെ നെറ്റിച്ചിരി ശോകമെന്ന് ഐ തിങ്ക് അമ്മയുടെ നെറ്റിച്ചിരി ശോകമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാണാന്ന് വെച്ചാൽ അതെ അമ്മയുടെ ഇതിൻ്റെ ഇങ്ങനെ കാണിക്കണ്ടേ. അമ്മയുടെ ഇപ്പം നമ്മുടെ ഇച്ചിരി ശോകമൊന്നും കഴിയുന്നത് അമ്മയിലെ ബെല്ലിങ്ങം. എടാ മോനെ ക്രോസ് മരാനൊക്കെ എടുക്കണം. അങ്ങനെ ഏതായാലും നമ്മുടെയാണ്. ബെയിനിലെടുക്ക്. കൊടുക്കടാ ബെയിനിലെടുക്ക്. ഓടിക്കോ. എടാ എന്താടാ നെയ്മർ 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 നെയ്മർ. ബ്ലിറ്റ്സ്. ഷേടാ ഭാഗ്യം. ഇപ്പം കയറിയേ അത് ബ്ലിറ്റ്സ് നെയ്മറാണ്. ഇപ്പം കയറിയേ അല്ലെങ്കിൽ ഇതോടെ എല്ലാം മുടങ്ങിയാച്ചി. കണ്ണമാറോ ഓടോ നേരെ പോട്ടെ. മെസ്സിയിലേക്ക് പോട്ടെ. മെസ്സി ഓർഡർ 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 മോനെ ഓർഡർ. എടി കോസറൂട്ട. അപ്പോൾ കൊടുത്തോ. അടി 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 അടി. എടി കണ്ണമാറിനാണിപ്പം ഇങ്ങോട്ട് തിരിച്ചേ. ഷെടാ നല്ല ചാൻസ്. ഇത്ര ചാൻസ് കിട്ടിയത് എല്ലാം പോയി. ഹാഫ് ടൈം ഒമാരൊരു തോൽവി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയ്ക്ക് കളിയുണ്ടാവും പ്രതീക്ഷയിലാട്ടോ കൈസ്. ഓക്കെ വർക്കൗട്ടാകുന്നില്ലെന്നൊക്കെ അറിഞ്ഞൂടാ. എടുത്തിട്ടുണ്ട്. വന്നുണ്ട്. ഗൈസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ ഇപ്പം നമ്മുടെ അടിച്ചാണ്. എബ്രൈജേസെ ഗെബ് ഷൂട്ട്. കൊടുത്തു. എടാ
എന്താണ് നല്ല പാസ്സൊക്കെ മാർക്കുന്നു. സീക്കൊരു സീനാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓളൊക്കെ മെസ്സിക്കൊത്ര സീനാണെങ്കിലും നമുക്ക് മെസ്സിയിലെ ഗൈസ് പറഞ്ഞാൽ ഗൈസ് ഇത് എത്ര 18 വയസ്സുള്ള മെസ്സി ആട്ടെ ഗൈസ്. ശരിക്കും മെസ്സിക്ക് എത്ര 38 വയസ്സ് അങ്ങോട്ടാ. കാലം വളർന്നില്ലേ. കൊടുത്തോ അയ്യേ ഇവനേതാണിവൻ. ആ അത്ര ഉണ്ട്. അവിടെ വിളിച്ച് പോയല്ല പണി നോക്കേ. അത്ര മതി ജ്യൂസ് അടിക്കില്ലേ. പൊന്നാളിയാ ഇവൻ ഏതാണിവൻ. ബാർ തട്ടി പോയേക്കാണ് അടുത്തത്. ഏതാണ് ഇവൻ. ഇവിടെ ഏത് കോത്താടിന്ന് തന്നെയാണോ ഭഗവാൻ. ഓക്കെ ഒരു ലോങ് ത്രോ ചെയ്ക്കാം. വരട്ടെ. ഓടിക്കോട്ടെ. എനിക്ക് നല്ല ദേഷ്യം വേണ്ടിട്ട് എനിക്ക് കളിക്കാനറിയാത്ത അടി. ടീമിന് കുഴപ്പമൊന്നുമില്ല. ദേഷ്യം കയറണ്ടാവും. നല്ല പൊട്ടക്കളി കളിക്കുകയും ചെയ്യും. കൊടുക്കോസുടെ അടി അത്രേ ഉള്ളൂ. എടാ പോടാ പണി നോക്കി. ഇത് കളിയന്മാരെ കളിക്കണേ. മലയൊക്കെ പാസും പറ്റി ക്രോസും മുതൽ അടിക്കണം വെച്ചാൽ. പക്ഷെ ഒലിവർക്കാനാണെങ്കിൽ ഒരുമാതിരി മറ്റടുത്ത പടപ്പാണ്. ഇത് ചെയ്യാനാ ഷോക്കായി പോയി. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. അവനാണ് വരികയും ചെയ്യണ്ട. വന്നാലും ശരിയാവും. കാണാൻ പോലെ എന്തൊക്കെയുണ്ടോ കാണിക്കണേ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇന്നോളി ഇവൻ്റെ ഫോർമേഷൻ തന്നെ ഏതാണ് മറ്റേ ഫോർമേഷനാണ് ഇവൻ്റെ. തലനാളൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടെ. അവനടിച്ച നെയ്മറിനെ കൊണ്ട് അടിച്ച ഒരെണ്ണം ഭാരതട്ടി നോക്കട്ടെ ഗൈസ്. അവൻ്റെ നെയ്മർ ബ്ലിച്ച് തന്നെയാണ്. അതെ ഗൈസ് അവൻ്റെ നെയ്മർ ബ്ലിച്ച ഗൈസ്. നെയ്മുണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് സബ്ബർക്കാം. നമുക്ക് അവൻ്റെ നെയ്മറിനെ തന്നെ ഇവിടെ കൊണ്ട് ഇറക്കാം. അത് കാര്യം ചെയ്യാം. ഇവിടെ നെയ്മർ എടുക്കാം. ഓക്കെ സെറ്റ്. പക്ഷേ ഈ നെയ്മറിനെ കാണിച്ചാലോ ഗൈസ്. ഈ നെയ്മർ ഈസ് ഗുഡ് ബെറ്റർ ഗൈസ്. ഞാൻ കാണിച്ചതേക്കില്ല. ഗൈസ് തേക്കണം. 102 ബോൾ കൺട്രോൾ, 101 ടൈറ്റ് പൊസിഷൻ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ വില കാണിച്ചിട്ടാ ഗൈസ്. ഇതേ ചെങ്ങായിക്ക് ഇതേ നല്ല ബ്ലിറ്റ്സ് കളറും ഉണ്ട്. അതേ ചെങ്ങായി തന്നെയാണ് അവൻ്റെ കയ്യിലുള്ളത്. അപ്പം നമുക്കൊന്ന് ഊഹിക്കാനേ ഉള്ളൂ. അവനടിച്ച ഒരു 50% ഒക്കെ കയറുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇത് ഞാൻ പേടിച്ച് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ് അവനടിച്ചത്. പിന്നെ ഈ ഒലിവർക്കാനൊക്കെ അടിച്ച് കൊല്ലാൻ വന്നിട്ടാണ്. നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ഒലിവർക്കാനെ. പോരട്ടെ അടി. പോരട്ടെ അത്രേ ഉള്ളൂ. എടാ പോടാ പോവല്ല പണിക്കും പോടാ. എന്ത് നല്ല ചാൻസാ പോയത്. എടാ മെസ്സി എന്താടാ മോനെ. അത് തന്നെ ചാടി. I'm so frustrated. Okay പറ്റലാട്ടാ ഗൈസ്. ഉമ്മാർക്കൊന്നും മെസ്സി ഇപ്പോൾ പണി നോക്കണം. മെസ്സി എൻ്റെ ഉള്ള മെസ്സി ഈസ് ബെറ്റർ ദാൻ ഓൾ ഓഫ് us. പോരട്ടെ അതുപോലെ തന്നെ പേടിക്കേണ്ട ഡിഫൻഡേഴ്സ്. ഗുഡ് അയ്യോ നല്ല ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ഗൈസ്. അത് ഇവിടെ നമ്മുടെ പ്ലെയറിൽ നിന്ന് ബ്ലോക്ക് വന്നേ. കന്നവാറോന്നായിരിക്കും ടാഗ്. പക്ഷേ എടാ പോടാ. ഇത്ര ഡിപ്പിംഗ് ഷോട്ടാണ്. മ്യൂസിക്ക് ഡിപ്പിംഗ് ഷോട്ടൊക്കെ ഉണ്ടാവും. എന്നോടല്ലോ എന്തെങ്കിലും ഡിപ്പിംഗ് ഷോട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആഡ് ചെയ്തായിരിക്കും തോന്നുന്നുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ ഉള്ള മെസ്സിക്ക് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ടായിരുന്നില്ല. ഇതേ മെസ്സി തന്നെ എന്ത് ചെയ്യണം. എടാ പോ അത് തന്നെ. എടാ ഇന്താണ് പാരഷൂട്ട്. ഇന്ത് പാസ വെക്കണേ മോൻ. എടാ പിന്നെ എടാ പൊന്നു കൈസേ നെറ്റും ഷോക്കാണ് പണ്ടാരം പിടിക്കാൻ. അടിച്ചിട്ട് 10 ഒരെണ്ണം കണ്ടാണ് ഷോട്ട് ഉണ്ടാക്കാനും മര്യാദയ്ക്കാണ്. ഓടി ഇതെങ്കിലും ഓടി കയറി പ്ലീസ്. പോയടാ എന്തുണ്ടാക്കാനാണ്. പോരട്ടെ കൊടുക്കട്ടെ. ഇവിടെ ഇതിൽ വേണ്ടെങ്കിലൊക്കെയാണ് എവിടെ നിന്ന് വരുന്നത്.
സത്യം പറയട്ടെ ഗൈസ്, ഐ എം സോ ഫ്രസ്ട്രേറ്റിംഗ്. ഇപ്പോഴേ പറഞ്ഞേക്കാം, എൻ്റെ കളിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വേണ്ടിട്ടോ. കുറേ നേരെ കിടന്ന് ഭയങ്കര പടപ്പാണ്, ഇഷ്ടപ്പെടില്ല. അങ്ങനെ പടപ്പ് ഭയങ്കര പടപ്പ്. ഓ പോയാലോ പറയുന്ന വലത്. ഓ ഷിറ്റ്. നെക്സ്റ്റ് പഠിക്കുന്ന ഗൈസ് എക്സ്ട്രാ ടൈമിലേക്ക് പോയിരിക്കുന്നു കളി. ഓക്കെ, അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയിരിക്കുന്നു. എക്സ്ട്രാ ടൈമിലെങ്കിലും പറഞ്ഞാൽ അടിച്ചില്ലെങ്കിൽ സമയം മഹാത്തോൽവിയാണ്. അതിന് മഹാത്തോൽവിയാണ്, മഹാത്തോൽവി. നിങ്ങളത് പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കേ, കളി തുടങ്ങിയിരിക്കുന്നു. അയ്യോ തമ്പിയോ പോടാപ്പാ, നമ്മൾ സ്കില്ലടിച്ച് വലിയ അങ്കാരം പേശിയാവാൻ നോക്കാൻ കേട്ടോ. എല്ലാ പറ്റും സ്കില്ലടിച്ചിട്ട് എങ്ങനെയാ ഒന്നും അവസാനം ഇതായി പോയില്ലേ. പൊളിന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതാടാ മോനെ എല്ലാവരും വിഷയം പറയുന്നുണ്ടോ? ചെയ്യാനാ അവസാനം എനിക്ക് എല്ലാ കാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തള്ളിയിട്ട് കൊണ്ടുവരുന്നത് മാത്രമാണ്. പാവൻ ചെറുക്കൻ വിനീഷ്യസ് ജൂനിയറാണ് ചെയ്യാനോ. സ്ട്രെസ്ഫുൾ മാച്ചാണ് ഗൈസ്. ഓഫ് എടാ ഗോളാ. ഗോളാ ചെയ്തില്ലല്ലോടാ. നോക്കിയാണ് ഇപ്പൊ കുറ്റം ഗോളായി പോയത്. കണ്ടാ ഗൈസ് നിങ്ങള്? പോടാ, കളിച്ചവൻ മരാക്ക് കളിച്ചതും ലക്ക് 0%. ഇത് ചെയ്യാനാ ഗൈസ്. ജയിച്ചേ പറ്റൂ ഗൈസ്, ഇതൊക്കെ ചെയ്താൽ ജയിച്ചേ പറ്റൂ. ഇവന് ഏതൊരു സ്കില്ല് മാത്രമേ അറിയുള്ളൂ റീസെൻ്റ്ലി. പോടാ പോലാ ഗൈസ്. ശോകം പിടിക്കും എന്തോ. ചെയ്യാനാ ഗൈസ്. നമ്മുടെ ടച്ചാണ്. ആ പോ കൊടു 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 അടി. എടാ പോടാ. മിനിറ്റ് ഗൈസ്. മെസ്സി ഓക്കെ 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 മാറി. അവിടെ എന്താടാ പോ. ഇത്ര ചാൻസ് കിട്ടിയതാ ഗൈസ്, ഇതെല്ലാം കൊണ്ടേ കളഞ്ഞു. കളി തോറ്റാണ് ഉറപ്പം. കളി തോറ്റു. പക്ഷെ നമുക്ക് ഏതാ ഓപ്പൺ ചെയ്യേണ്ടത്? റെഡാണ് ബ്ലൂ ആണോ ഗൈസ്? ഓക്കെ, നമുക്ക് ഞാൻ ചെയ്യാം. നമുക്ക് ഇത് ബ്ലൂ ചെയ്യാം. ബ്ലൂ തരും കിട്ടിയില്ല ഗൈസ്.
ഗൈസ് അപ്പോൾ സെയിം മ്യൂട്ടായി പോയി, ഇച്ചിരി പ്രശ്നമായി പോയി. അസുഖമൊക്കെ ശരിയാക്കി. അപ്പോൾ ഗൈസ് ഇത് ചെയ്യാനോ സാധനം കിട്ടിയില്ല. പറയാനുള്ള ഗൈസിൻ്റെ വായുവലും വരും. ആ മോൻ കാണിച്ചിട്ട് ദേഷ്യമായിട്ട് ഇപ്പം എന്ത് ചെയ്യുന്ന ഗൈസ് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അപ്പോൾ ഗൈസ് വേറൊരു ഉപകാരമുള്ളൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബസ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലെയർ ഉണ്ടാവില്ല, പോയിൻറ്റ്സ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടാവുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കാണിച്ചത് ഗൈസ് ഈ ചങ്ങായിരിക്കും. ഇരിക്കുന്നുണ്ടാവും ഈ 7 റസാഡ് എന്ന് പറയുന്നത് ഈ ചങ്ങായിരിക്കും നിങ്ങളെ ഉള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരുടെയും ഉണ്ടാവും, റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഇപ്പോൾ പറഞ്ഞുതരാം. സ്റ്റാറ്റ്സ് ഇപ്പോൾ ഇത്രയുണ്ട്, കുഴപ്പമില്ലാത്തൊരു പിന്നെ ഓഫൻസ് ക്രിയേറ്റ് ആണ്. ഫാനസത്തെ കൊടുത്താൽ മതി, എഫക്റ്റ് ആയിരിക്കോളും, നോ പ്രോബ്ലം, എഫക്റ്റ് വണ്ണായിരിക്കോളും. പിന്നെ ടീമൊക്കെ പരിചയപ്പെടുത്താനായിട്ട് ഇതായതുകൊണ്ടാണ്. അപ്പം പക്ഷേ നിങ്ങൾ ഇത്രയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 19 കൂടുതലുള്ളൊരു പ്ലെയർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ GP ഇച്ചിരി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കളിച്ച് നേടുക. ഇത് നേടിയിട്ട് ഇതിനകത്തൊരു ഡിമാൻഡ് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇത് നേടിയിട്ട് നിങ്ങൾക്ക് നല്ല പ്ലെയേഴ്സ് 90 എബവ് ഉള്ള പ്ലെയേഴ്സിനെ മേടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നേരെ കോണ്ടാക്റ്റിൽ പോകും. ചുമയാണ് ഇത് ചെയ്യാനാ ചുമയാണ് ഗൈസ്. പോക്കച്ചിട്ട് ചുമ വന്നത്. ഓക്കെ ഞാൻ കാണിച്ചാൽ ഇപ്പം ഇതാണ് പാക്ക്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചാട്ടെ ഗൈസ്, സംഭവം കാണിച്ചാട്ടെ ഗൈസ്. നമുക്ക് പാക്കിലേക്ക് പോവാം. ഗൈസ് ഈ സംഭവം ഉണ്ടാവും. ഗൈസ് ഈ സംഭവം ഉണ്ടാവും ഗൈസ്. ഇംഗ്ലീഷ് ഫെബ്രുവരി 26 ഉണ്ടാവും. ഇത് മാറിപ്പോയതാണോ? ഇംഗ്ലീഷ് ഫെബ്രുവരി 26 ഉണ്ട് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഒന്ന് കറക്കിയിട്ടതേ ഇത് ഈ ഫോർഡറിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഗൈസ്. ഫോർഡർ അടിപൊളിയാട്ടെ ഗൈസ്, എനിക്കതിന് ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരനെ ഒരു പ്രാവശ്യം കളിപ്പിച്ചു. 2 വർഷം എൻ്റെ ടീമിന് പോയി ഞാൻ അത്യാവശ്യത്തിന് കളഞ്ഞു പുള്ളിക്കാരനെ. നിങ്ങൾക്കൊന്ന് കളിപ്പിച്ച് നോക്കെ, കിട്ടുവാണെങ്കിൽ മാത്രം. ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം നല്ല കോയിൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് കറക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇത് കറക്കുക, പക്ഷെ വെറുതെ ഇങ്ങനെ കറക്കി നോക്ക്, സിലൂടാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു നേരെ കോൺട്രാക്റ്റിൽ പോവുക. എന്നിട്ടതേ ഇത് 3 എണ്ണം കണ്ട ഗൈസ്. ഇത് 3 എണ്ണം നിങ്ങൾക്ക് ആവശ്യം വരും. ഒന്നാമത്തെയാണ് സ്റ്റാൻഡേർഡ് മാനേജർ. നിങ്ങൾക്ക് GP വെച്ചിട്ട് ഏത് മാനേജറെ വേണം എടുക്കാം. കാരണം വെച്ചാൽ ഈ ഗൈസിന് പറയട്ടെ, കുറേ മാനേജർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മാനേജർ തൊട്ട് അടിയിലത്തെ മാനേജർ തൊട്ട് ഇത് ഈ ക്രിസ്റ്റ വാൽബിന് വരെയുള്ളത് പൊട്ട മാനേജേഴ്സാണ് ഗൈസ്. ഈ മാനേജർ മാത്രമേ നല്ല മാനേജറുള്ളൂ. ലൂയിസ് റോമാൻ നല്ല മാനേജറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കളിക്കുക. പിന്നെ എൻ്റെ ഒരു സാബി അലോൺസ് ഉണ്ട്, അതിനെ പണ്ട് മേടിച്ചത് ഗൈസ്. ഇപ്പം എൻ്റെ ഉള്ളത് റൂബൻ അമോറിമാണ് കിട്ടിയതാണ് ഗൈസ്. നിങ്ങൾക്ക് കിട്ടുമെന്ന് കിട്ടും. പിന്നെയാണ് ഞാൻ പറഞ്ഞ മെയിൻ സാധനം സ്റ്റാൻഡേർഡ് പ്ലെയർ. ഇത് ഇപ്പോൾ ഉള്ള റീസെൻറ്റ് പ്ലെയേഴ്സാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഒരു 5 പ്ലെയേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ് പ്ലെയറാണ് നിങ്ങൾക്ക് ഇത് കളിപ്പിക്കാൻ പറ്റിയത്. അതിനകത്ത് 5ാമത്തെയാണ് ഇതിനകത്ത് ഗൈസ്. ഇത് ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മുടെ എർലിംഗ് ഹാലൻഡാണ്. ആ പുള്ളിക്കാരനെ കാണിച്ചു തരാം. സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോം എടുക്കുക, ടീം എടുക്കുക, ഇതെടുക്കുക. എർലിംഗ് ഹാലൻഡ് ലെവൽ ട്രെയിനിങ് ചെയ്യുക. ഓട്ടോ സെലക്ട് കൊടുക്കുക. ഇത്രയുള്ള കാര്യം ഇച്ചിരി വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓട്ടോ സെലക്ട് കൊടുക്കുക, എടുക്കുക. 48 പ്രോഗ്രഷൻ ഉണ്ട്, പ്രോഗ്രഷൻ ചെയ്യുക. പ്രോഗ്രഷൻ ചെയ്യാതെ ഇരിക്കും നമ്മളെ ഹാലൻ. ഇവിടെ പിടിച്ചിട്ട് ടീമിൽ അങ്ങോട്ട് കയറ്റുക ഗൈസ്. സീൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്സ് എന്ന് കാണിച്ചിട്ടാ. സ്റ്റാറ്റ്സ് പൊട്ടേന്ന് തോന്നുന്നു ഗൈസ്, എനിക്ക് അറിയൂടാ. ഞാൻ പിന്നെ കളിച്ചിട്ടുണ്ട്. കോറ് ഇതാണ് ഗൈസ്. ഒഫൻസീവ് ആണ് 99 നടത്തിയ ഗൈസ്. ഫിനിഷിംഗ് ഒക്കെ 94 ഉണ്ട്. ഇതിനേക്കാളും നല്ല പ്ലെയർ ഇതിനകത്ത് അങ്ങനെ കിട്ടൂല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഹാലൻഡ്. അപ്പോൾ ഹാലൻഡ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമല്ലോ. ഒരു സെക്കൻഡ് വന്നത് എംബാപ്പയാണ്.
ഗൈസ് ഇങ്ങനെ കൂടുതൽ ഞാൻ പറയാനുള്ള എംബാപ്പയെ വെച്ച് സമയം കൂടിപ്പോകും ഗൈസ്. എംബാപ്പ വെച്ചിട്ട് നല്ല പ്ലെയറിനെ മേടിക്കാൻ ലൈസൻസ് ഓരോന്ന് പറഞ്ഞുതരാം. എംബാപ്പെ നല്ലതാണ്, നല്ല ഓട്ടം ഉണ്ട്, റണ്ണിങ് നിങ്ങൾക്കറിയാമല്ലോ എംബാപ്പെ ഓൾമോസ്റ്റ് റണ്ണിങ് ഉണ്ട്, ഷൂട്ടിംഗ് ആണ് എംബാപ്പെ തന്നെ. പിന്നെ എർലിംഗ് ഹാലൻഡ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. പിന്നെ ഉള്ളത് ഫസ്റ്റ് എർലിംഗ് ഹാലൻഡ്, സെക്കൻഡ് എംബാപ്പെ, തേർഡാണ് വിനി ജൂനിയർ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ് വിനി ജൂനിയറുടെ ഓട്ടോ അടിപൊളിയാണ് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് ഇതേ ഗൈസ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫിൽറ്ററിൽ എടുത്തിട്ട് എടുക്കാതെ ശേഷം എടുക്കാതെ ഈ പുള്ളിക്കാരൻ ഞാൻ കാണിച്ചിട്ടാ ഗൈസ്. ഈ പുള്ളിക്കാരൻ അടിപൊളിയാണ്, ഞാൻ കാണിച്ചതേ ഈ പുള്ളിക്കാരൻ കുഴപ്പമില്ല. 96 അത്രയേ ഉള്ളൂ എങ്കിലും കളിയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്, പേസും കൂടുതലൊക്കെയാണ്, അടിപൊളിയാണ്. ഷൂട്ടിങ്ങാണ് പുള്ളിക്കാരൻ്റെ മെയിൻ, ഇത് അടിപൊളിയാണ്. പിന്നെയാണ് ഇന്റർ മിയാമിയിലെ മെസ്സി. ഞാൻ നോക്കണേ ഗൈസ്, ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ട് ഗൈസ്. ക്ലബ് ടീം എടുക്കുക, സൗത്ത് അമേരിക്ക എടുക്കുക, ഇതേ അർജൻറ്റീനിയൻ ലീഗാണ് കൊളംബിയൻ ലീഗാണ് ഒക്കെ അറിഞ്ഞുകൊണ്ടുണ്ടോ ഗൈസ്. അത് എടുത്തിട്ട് ഇന്റർ മിയാമി ഉണ്ടെങ്കിൽ കിട്ടും, പക്ഷേ ഇന്റർ മിയാമി കിട്ടുള്ളല്ലോ ഗൈസ്. നമുക്ക് നേരെ CF കൊടുത്ത് നോക്കാം. CF നാഷണാലിറ്റി വിജയം കൊടുത്ത് നോക്കാം, സൗത്ത് അമേരിക്ക കൊടുത്ത് നോക്കാം, അർജൻറ്റീനയും കൊടുത്ത് നോക്കാം, കാറ്റഗറി കൊടുത്ത് നോക്കാം. കൊടുത്ത് നോക്കിയിട്ട് നേരെ സൗത്ത് അമേരിക്ക എടുത്തിട്ട് കൊളംബിയൻ ലീഗിലില്ല ഗൈസ്, കൊളംബിയൻ ലീഗിലില്ല ഗൈസ്. നോർത്ത് സെൻട്രൽ അമേരിക്ക കൊടുത്ത് നോക്കാം ഗൈസ്. അതെ ഗൈസ്, കിട്ടി ഗൈസ്. ഇന്റർ മിയാമി അത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതാണ് ഗൈസ്. കിട്ടി ഇന്റർ മിയാമി കിട്ടിയിട്ടാ ഗൈസ്. പക്ഷേ അപ്പോൾ ഇന്റർ മിയാമി ഇത് വന്നില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാ, 5th ഇന്റർ മിയാമി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെസ്സി നല്ലതാണ്, 4th ആണ്. പിന്നെ 5th വന്ന പുള്ളിക്കാരനാണ് നമ്മുടെ ജൂഡ് ബെല്ലിംഗം. പൈസ കാണിക്കാൻ പറ്റുള്ള എന്ത് ചെയ്യാനായിരുന്നു റീസെൻ്റ് അടിച്ചിട്ട് വേണ്ടിയില്ല. ജൂഡ് ബെല്ലിംഗം നല്ലതാണ്, ജൂഡ് ബെല്ലിംഗം നല്ല ഓട്ടോ ഉണ്ട്, ഇതൊക്കെ ഉള്ള പ്ലെയറാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും മേടിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ, സി യു ഗൈസ്, ബൈ.